വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട ഒന്നാണ് വഞ്ചിപ്പാട്ട്. അത്ര തന്നെ വള്ളംകളിയോളം തന്നെ ആവേശമുണ്ട് വഞ്ചിപ്പാട്ടിനും. ഓളപ്പരപ്പിനെ കീറി മുറിച്ച് കുതിക്കുന്ന വള്ളങ്ങളുടെ യാത്രയോടൊപ്പം ഇഴുകിച്ചേർന്നതാണ് വഞ്ചിപ്പാട്ടിൻ്റെ താളം. നെഹ്റു ട്രോഫി ജലമേളയോടനുബന്ധിച്ച് വഞ്ചിപ്പാട്ട് മത്സരത്തിനായി നിരവധി ടീമുകളാണ് അണിഞ്ഞൊരുങ്ങുന്നത്. കുട്ടനാടിൻ്റെ ഇടവഴികളിൽ ഇരുൾ വീണു തുടങ്ങിയാൽ ഈ ആർപ്പുവിളി ഇങ്ങനെ താളത്തിലുയർന്നു കേൾക്കാം. പ്രായം മറന്ന് യുവത്വവും കൗമാരവും വാർദ്ധക്യവുമെല്ലാം ഒരേ ആവേശത്തിൽ ഒത്തുചേരുന്ന മനോഹര കാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് നടക്കുന്ന വഞ്ചിപ്പാട്ട് മത്സരങ്ങൾക്കായുള്ള തീവ്ര പരിശീലനത്തിലാണ് അവർ. കുട്ടികൾ മുതൽ 75 വയസ്സ് തികഞ്ഞ ശാന്തമ്മ വരെയുണ്ട് സംഘത്തിൽ. ഒരേ ആവേശത്തിൽ ഒരേ താളത്തിൽ കൈകൾ വീശി വള്ളം തുഴഞ്ഞങ്ങനെ ചിന്മുദ്രയിൽ ഓരോ വരികളും അവതരിപ്പിക്കുന്നതിനോടൊപ്പം പലകയിൽ ഇടിയൻ കൊണ്ടുള്ള താളം കൂടി ചേരുന്നതോടെ കാണികളിലേക്കും ആ ആവേശം ഒഴുകിയെത്തും. 10 പേരടങ്ങുന്ന ടീമിനെ നയിക്കുന്നത് സ്നേഹലത ചേച്ചിയാണ്. കഴിഞ്ഞ 16 വർഷങ്ങളായി വഞ്ചിപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം സ്നേഹലത ചേച്ചിക്കും സംഘത്തിനുമാണ്. 10-12 വർഷമായിട്ട് വഞ്ചിപ്പാട്ട് രംഗത്തുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വേറൊരു ട്രൂപ്പിൻ്റെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞ് നീ സ്വന്തമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ട്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ പ്രാവശ്യം സെക്കൻഡായിരുന്നു. പിന്നെ ഇങ്ങോട്ടെല്ലാം ഫസ്റ്റ് മേടിച്ച് വരുന്നൊരു ട്രൂപ്പാണ് ഞങ്ങളുടേത്. ഭർത്താവ് ശിവദാസാണ് പരിശീലകൻ. ഒപ്പം സുഹൃത്തുക്കളായ ദീപക്കും കുഞ്ഞുമോനുമുണ്ട്. 1 മാസമായി തുടരുന്ന പരിശീലനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇനി അരങ്ങിൽ താളക്കൊഴുപ്പേകി 1ാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടമാണ്. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.